ഇവിടെ പെട്ടെന്ന് ഒരുത്തൻ ബാത്റൂമിൽ ബോധം കിട്ടി നിലത്ത് വീണു. സോ അവന് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. എന്നാൽ ആ ഓപ്പറേഷൻ ഈ 10 വയസ്സുള്ള ചെറിയ കുട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അവന്റെ തലയിൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഒരു ഓട്ടയിട്ടു. അത് കഴിഞ്ഞിട്ട് അതുവഴി ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇറക്കി അതിൽ പ്രസ് ചെയ്തതും നോക്കിയാൽ ആ ട്യൂബ് വഴി തലയിൽ നിന്ന് എന്തോ വെള്ളം പോലെ പുറത്തു വരാൻ തുടങ്ങി. പുറത്തു വന്ന് കുറച്ചു നേരത്തിൽ തന്നെ അവനക്ക് ബോധം വീണ്ടും തിരിച്ചു കിട്ടി. എന്നാൽ അതിനുള്ളിൽ അവനക്ക് ഫിറ്റ്സ് വന്നു. എന്താണെന്ന് നോക്കിയാൽ അവന്റെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. അതുകൊണ്ട് തന്നെ അവന്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി. അതിനുശേഷമാണ് ഈ കുട്ടിയും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെന്തെന്നാൽ അവന്റെ ബ്രെയിനിലെ പ്രഷർ ബാലൻസ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായി. സോ പെട്ടെന്ന് തന്നെ അവന്റെ തലയിൽ നിന്നെടുത്ത വെള്ളം വീണ്ടും കുറച്ചായി വീണ്ടും ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് അവന്റെ ഹാർട്ട് ബീറ്റ് തന്നെ നോർമൽ ആകുന്നത്. സോ വീണ്ടും ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി തീർത്തു. എന്നാൽ ഈ ചെറിയ പെൺകുട്ടി എങ്ങനെ ഇത്രയും വലിയ ഓപ്പറേഷൻ സിമ്പിൾ ആയി ചെയ്തതെന്ന് നോക്കിയാൽ ഇവളുടെ അച്ഛൻ വലിയൊരു സർജൻ ആയിരുന്നു. സോ ഇവൾ ജനിച്ചത് മുതൽ അച്ഛന്റെ കൂടെ തന്നെ നിന്ന് കുറെ ഓപ്പറേഷൻ കണ്ടുപഠിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഇവളുടെ അച്ഛനെയും അമ്മയെയും രണ്ടുപേരെയും ഒരു പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് ഒരാൾ കൊന്നുകളഞ്ഞു. അന്ന് മുതലാണ് ഇവൾ ഒരു സർജൻ ആയത്. എന്നാൽ എത്രയൊക്കെ ടാലന്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ക്യൂട്ട് ആയിട്ടുള്ള കുട്ടിക്കളി മാറാത്ത ഒരു ചെറിയ കുട്ടിയാണ്.